വെൽക്കം ടു RJ's ലേണിംഗ് ടിപ്സ്. ഞാൻ ജലീല നിയാസ്. ഇന്ന് പഠിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് 7ാം സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. The boy passed a woodcutter and asked him how far it was to the river. ആൺകുട്ടി അതിലേ പോയപ്പോൾ അവിടെ ഒരു മരം വെട്ടുകാരനെ കണ്ടു, വൃക്ഷം മുറിക്കുന്ന ഒരാളിനെ കണ്ടു. ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ദ റിവർ. ആ റിവറിൻ്റെ അടുത്തോട്ട് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചു. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. വുഡ് കട്ടർ എന്ന് വെച്ചാൽ വളരെ നീളം കുറഞ്ഞ ഒരാളായിരുന്നു. ബട്ട് പവർഫുൾ മാൻ, പക്ഷേ നല്ല പവറുള്ള ഒരാളായിരുന്നു. വിത്ത് ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ് ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് അഗ്ലി ലംസ്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ വിത്ത് എ ക്രീസ്ഡ്, അതായത് ദേഹത്തൊക്കെ ഇങ്ങനെ മടക്കും ചുളുകളും ഒക്കെയുള്ള, ആൻഡ് വെതേർഡ് ഫേസ്, പ്രായമായതിൻ്റെ ആ ഒരു ലുക്കൊക്കെ വന്നിട്ട്, ആൻഡ് മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ്, ആ മസിലൊക്കെ നല്ല ഹാർഡായിരുന്നു, നല്ല ബലമുള്ളതായിരുന്നു. അഗ്ലി ലംസ്, വിരൂപമായ, ഈ മസിലൊക്കെ വിരൂപമായിട്ട് വന്നിങ്ങനെ പൊങ്ങി നിൽക്കത്തില്ലേ, മാംസം വീക്കമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കില്ലേ, അതുപോലെ തന്നെ. 7 miles he said. അത് ആ മരം വെട്ടുകാരൻ എന്ത് പറഞ്ഞു? 7 miles, 7 മൈൽ ദൂരമുണ്ട്. വിച്ച് വാസ് ഫെയർലി ആക്യുറേറ്റ്, കറക്റ്റായിട്ട് പറഞ്ഞു. വൈ ഡു യു വാണ്ട് ടു നോ? എന്തിനാണ് നീ അത് അറിയുന്നത്? ഐ ആം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ഞാൻ ആ റിവറിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ആൺകുട്ടി പറഞ്ഞു. എലോൺ, തനിച്ചോ? ഓഫ് കോഴ്സ്, അതെ, ഞാൻ തനിച്ചാണ്, തീർച്ചയായിട്ടും ഞാൻ തനിച്ചാണ് പോകണം. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, പക്ഷേ അതൊരുപാട് ദൂരമുണ്ടല്ലോ. ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദെയർ. അവിടെ എത്താൻ തന്നെ 3 മണിക്കൂർ വേണം. ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്, എന്നിട്ട് വേണം നീ തിരിച്ചു വരേണ്ടത്. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക്, എപ്പോഴത്തേക്ക് വളരെ നല്ല ഇരുട്ടായിരിക്കും. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്, പക്ഷേ അത് നീ പോകുന്നത് ഈസി റോഡൊന്നുമല്ല, വളരെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ റോഡൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള റോഡൊക്കെയാണ്. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, പക്ഷെ ഞാനൊരു നല്ലതുപോലെ നടക്കുന്ന ഒരാളാണ്. സഡ് ദ ബോയ്, ആ ആൺകുട്ടി പറഞ്ഞു. Though he had never walked further than the mile from his house to his school. Though he had never walked further than the mile from his house to school. സ്കൂളിലോട്ട് 1 മീറ്റർ 1 മൈൽ നടക്കുന്നത് മാത്രമേ അവൻ നടന്നിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും ഈ ബോയ് നടന്നിട്ടില്ലായിരുന്നു. The path was steep and the boy had to run most of the time. It was dizzy, winding path and he slipped once or twice. The hill was covered with lush green ferns. The trees were wound in creepers and a great wild dahlia suddenly reared its golden head from the leaves and ferns. The path was steep. ആ വഴിയെന്ന് വെച്ചാൽ ഈ പൊങ്ങി കുത്തിനെ മുങ്ങി നേരെ അല്ലാതൊക്കെ കിടക്കുന്ന വഴിയാണ്. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. കൂടുതൽ സമയം അവൻ ഓടിയാണ് അങ്ങോട്ട് പോയത്. ഇറ്റ് വാസ് ഡിസി എന്ന് വെച്ചാൽ അത് ഈ കുത്തനെയൊക്കെ കിടക്കുന്ന വഴിയാണ്. വിൻഡിങ് പാത്ത്, വല്ലാത്ത ഒരു പോകാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വഴിയാണ്. ആൻഡ് ഹീ സ്ലിപ്പ്ഡ് വൺസ് ഓർ ടോയ്സ്, 1 2 തവണയൊക്കെ അവൻ വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. ആ കുന്ന് മൊത്തം എന്തായിരുന്നു? ലാഷ് ഗ്രീൻ ഫേൺസ്, അത് നിറച്ച് പച്ച പായൽ പിടിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ദ ട്രീസ് വെയർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ്, അതുപോലെ മരങ്ങളൊക്കെ പടർന്ന വള്ളികളൊക്കെ, ക്രീപ്പേഴ്സ് പടർന്ന് കിടക്കുന്ന വള്ളികൾ, വൂണ്ടെന്ന് വെച്ചാൽ മുറിവ്, മരങ്ങൾ നിറയെ വള്ളികൾ ഇങ്ങനെ പിടിച്ച് അതിങ്ങനെ മുറിവേറ്റതുപോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആൻഡ് ദ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റിയർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഡാലിയ അതിങ്ങനെ റിയേഡ്, അത് പൊഴിച്ചു, അത് ആ മണ്ടയ്ക്ക് നിന്ന് അത് പൊഴിച്ചു, അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ താഴെ വീണു. ഫേൺസ് എന്ന് വെച്ചാൽ അത് ഒരു തരത്തിലൊരു ചെടിയാണ്. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. പെട്ടെന്ന് തന്നെ അവൻ ആ വാലിയിലെത്തി. ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്.
ആ വാലി നേരെയായി, പിന്നെ അത് ഉയർന്നു. ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അവനൊരു പെൺകുട്ടിയെ കണ്ടു. അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടി വരുന്നതായിട്ട് അവൻ കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവളുടെ കയ്യിൽ അവൾ അങ്ങന്ന് വന്നപ്പോഴേ അവളുടെ ഈ നീളമുള്ള ഒരു വളഞ്ഞ കത്തി, നൈഫ് എന്ന് വെച്ചാൽ കത്തി, വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവൾ ഈ പുല്ലൊക്കെ കട്ട് ചെയ്യുന്നൊരു കത്തി അവളുടെ കയ്യിലുണ്ട്. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. അപ്പോൾ അവളുടെ കയ്യിൽ ബാംഗിൾസ് എന്ന് വെച്ചാൽ വളകൾ, ബാംഗിൾസും ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. അവളുടെ കൈ ഇങ്ങനെ ചലിക്കുമ്പോൾ ആ പിന്നെ വളകളുടെ സൗണ്ട് കേട്ടിട്ട് അതിന് മ്യൂസിക് പോലെ ആ ഒരു ലെവലിലാണ് അത് കേട്ടത്. ആൻഡ് ഇറ്റ് വാസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അപ്പോൾ അതിൻ്റെ അവളുടെ കയ്യിലെ ആ കിലുക്കവും വളയുടെ ആ ഒരു അനക്കം, അതാണ് കിലുക്കം. അതൊക്കെ കേൾക്കുമ്പോൾ അവളുടെ ഒരു ഭാഷയായിട്ട് അവനത് സംസാരിക്കുന്നത് ആ രീതിയിലാണ് അത് തോന്നുന്നത്. ഹൗ ഫാർ ഈസ് ടു ദ റിവർ ആസ് ടു ദ ബോയ്. അപ്പോൾ ബോയ് ആ പെൺകുട്ടി എടുത്ത് എന്ത് ചോദിച്ചു? ബോയ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ആൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ കഥയൊക്കെ എല്ലാവരും കേട്ടിരിക്കുകയല്ലേ. അവൻ ചോദിക്കുകയാണ് ആ പെൺകുട്ടി എടുത്ത്, ഇനി എത്ര ദൂരമുണ്ട്? ദ ഗേൾ ഹാഡ് ഒബിയസ്ലി നെവർ ബീൻ ടു ദ റിവർ ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ ബിക്കോസ് ഷീ സെഡ് 20 miles വിതൗട്ട് എനി ഹെസിറ്റേഷൻ. The girl had obviously never been to the river. അവൾ തീർച്ചയായിട്ടും ഒരു വട്ടം അവൾ ആ റിവർ കണ്ടിട്ടേയില്ല. ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. അല്ലെങ്കിൽ അവൾ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് അതുകൊണ്ടായിരിക്കാം ഷീ സെഡ് 20 miles. അവൾ പെട്ടെന്ന് എന്ത് പറഞ്ഞു? 20 മൈൽ ദൂരെയുണ്ട്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു സംശയമില്ലാതെ അവൾ എന്ത് പറഞ്ഞു? 20 മൈൽ ദൂരെയാണ്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ടു ദ പാത്ത്. അപ്പോൾ ആ ആൺകുട്ടി ചിരിച്ചു. ആൻഡ് റാൻ ഡൗൺ ടു ദ പാത്ത്. അവൻ ആ വഴി താഴെ കൂടി. ദ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. ഒരു പാരറ്റ് തത്ത, പാത്ത് വഴി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്. ഒരു തത്ത പെട്ടെന്ന് തന്നെ ഒച്ചയുണ്ടാക്കി കൊണ്ടുവന്നു. സ്ക്രീച്ച്ഡ് ഒച്ചയുണ്ടാക്കുക. ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ് എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. അവൻ്റെ തലയ്ക്ക് മീതെ അതിങ്ങനെ പറഞ്ഞു. അന്നേരം ഒരു ചെറിയ മിന്നൽ പോലെ, ചുവപ്പും പച്ചയായിട്ടുള്ളൊരു മിന്നൽ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് തോന്നും. ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗസ്റ്റ് ദ ട്രീസ്. പെട്ടെന്ന് തന്നെ ആ പക്ഷി ആ മരങ്ങളുടെ ഇടയിലേക്ക് അപ്രത്യക്ഷമായി. അപ്രത്യക്ഷമാവുക. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു drink. That a trickle of water came from the hillside and the boy stopped to drink. അവിടെ ഒരു ചാൽ ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്നു. അപ്പോൾ വെള്ളം കുടിക്കണം. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. വെള്ളം നല്ല തണുത്തതും നല്ല വെള്ളവുമായിരുന്നു. ബട്ട് വെരി റിഫ്രഷിങ്, നല്ല വെള്ളമായിരുന്നു. ഹവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. അതിൻ്റെ അവിടുന്ന് ഒഴുകി വരുന്ന ആ ചാലിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുടിച്ചിട്ട് അവന് വീണ്ടും ഭയങ്കരമായിട്ട് ദാഹം തോന്നി. പിന്നെയും വെള്ളം കുടിക്കാൻ തോന്നി. തേഴ്സ്റ്റി, ദാഹം. THIRSTY. The sun was striking his side of the hill and the dusty path became hotter. The stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. അപ്പോൾ ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹില്ല്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ഉച്ച സമയം, ഉച്ചയ്ക്ക് ഭയങ്കര ചൂടല്ലേ. ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ഈ പൊടി പിടിച്ച് കിടന്ന വഴിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. ഉച്ച സമയത്തല്ലേ നല്ല ചൂടുള്ളത്. ദ സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. കല്ലിലൊക്കെ ചവിട്ടിയിട്ട് അവൻ്റെ കാല് ഭയങ്കരമായിട്ടങ്ങ് ചൂടെടുത്തു. He was sure he had gone halfway. He had walked for an hour. അപ്പോൾ അവൻ ഉറപ്പായി, ഞാൻ ഏതാണ്ട് പകുതി വഴിയോളം എത്തി. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളമായി എന്ന് ആ ആൺകുട്ടി കരുതി. Presently he saw another boy ahead of him driving a few goats down the path. അപ്പോൾ അവൻ അന്നേരം അവിടെ എന്ത് കണ്ടു? മറ്റൊരു ആൺകുട്ടിയെ കണ്ടു.
അവൻ കുറച്ച് ആടുമായിട്ട് ഇങ്ങനെ ആ വഴി പോകുന്നതായിട്ട് കണ്ടു. ഹൗ ഫാർ ഇസ് ദ റിവർ ഹി ആസ്ക്ഡ്. നമ്മുടെ ഈ സ്റ്റോറിയിലെ, നമ്മുടെ ഈ കഥയിലെ ആ കുട്ടി മറ്റേ ആൺകുട്ടിയോട് ചോദിച്ചു, ഇനി എത്ര ദൂരം ആ പുഴയിലേക്കുണ്ട്. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്, നോ, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. അപ്പോൾ ആ വില്ലേജിലെ ആൺകുട്ടി അവനെ നോക്കിയിട്ട് വളരെ സൗമ്യമായിട്ട്, അതായത് നല്ല സൗഹൃദപരമായിട്ട് ചിരിച്ചിട്ട് എന്തോ പറഞ്ഞു, വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ, അടുത്ത ആ കുന്നിൻ്റെ അപ്പുറത്തോട്ട് എന്നിട്ട് സ്ട്രെയിറ്റ് ഡൗൺ, നേരെ താഴോട്ടെത്തിയാൽ റിവർ എത്തും. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി unwrapped his loaf of bread and broke in it a house, offering one portion to the village boy. They sat on the hillside and ate in silence. അപ്പോൾ ആൺകുട്ടി അവനങ്ങ് വിശപ്പ് തോന്നി, ഫീലിംഗ് ഹംഗ്രി, അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ്. അവൻ എന്ത് ചെയ്തു, അവൻ പൊതി ഒഴിച്ചിട്ട് ആ ബ്രെഡ് എടുത്ത്, ബ്രോക്ക് ഇൻസ് ഹൗസ്, എന്താ അവൻ പകുതി എടുത്തിട്ട്, ഓഫറിങ് ദ വൺ പോർഷൻ ടു ദ വില്ലേജ് ബോയ്, അവൻ വീട്ടിൽ നിന്ന് എടുത്തുന്ന ആ ബ്രെഡ് എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, അവിടെ മറ്റൊരു കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, പകുതി അവന് കൊടുത്തു. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് ഈറ്റ് ഇൻ സൈലൻറ്റ്. അവർ ആ കുന്നിൻ ചെരുവിലിരുന്നിട്ട് അവിടെ ഇരുന്ന് ആ ബ്രെഡ് കഴിച്ചു. വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ് they walked on together and began talking and talking. The boy did not notice the smarting of his feet and the heat of the sun, the distance he had covered and the distance he had not yet to cover. But after some time, his companion had to diverge among another path, and the boy was once more on his own. When they had finished, അവളതൊക്കെ കഴിച്ചതിന് ശേഷം അവരൊരുമിച്ച് നടക്കാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ട് രണ്ടുപേരോട് സംസാരിച്ചു നടന്നുകൊണ്ടേയിരുന്നു. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ്. ഈ സംസാരത്തിനിടയിൽ അവന് കാല് വേദനിക്കുന്നൊന്നും അവന് തോന്നിയില്ല, ചൂടറിഞ്ഞില്ല. എന്നിട്ട് ഇത്രയും ദൂരം അവൻ കവർ ചെയ്തെന്നും അവന് തോന്നിയില്ല. ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ, ഇനി അത്രയും ദൂരവും കൂടെ കവർ ചെയ്യണമെന്നും അവന് തോന്നിയതേയില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം, പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം, ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേഴ്സ് എമംഗ് അനദർ പാത്ത്, അവൻ്റെ കൂടെ വന്ന കുട്ടി അവൻ്റെ വഴിയിൽ കൂടെ അല്ലായിരുന്നു പോകേണ്ടത്, മറ്റൊരു വഴിയിൽ കൂടെ ആയിരുന്നു പോകേണ്ടത്. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഹിസ് ഓൺ. അവൻ എന്ത് ചെയ്തു, അവൻ്റെ വഴിയിലൂടെ, അവൻ്റെ സ്വന്തം വഴിയിലൂടെ അവൻ വഴി മാറിപ്പോയി. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, ഹി കുഡ് നോട്ട് ബി സീൻ. ഹിസ് own home was also hidden from view by the side of the mountain. He missed the village boy. അപ്പോൾ അവൻ്റെ കൂടെ വന്ന ആ വില്ലേജിലെ ആ കുട്ടിയെ അവനെ കണ്ടില്ല, അവനങ്ങ് പോയി. ഹി കുഡ് നോട്ട് ബി സീൻ, അവനെ ഒട്ടും കാണാൻ പറ്റാതായി. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. എന്ന് വെച്ചാൽ ആ മൗണ്ടെയിൻ്റെ, ആ പർവ്വതത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ വീട് കണ്ടിരിക്കാം, ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. The river was not in the sight either. പക്ഷേ അവിടെ നിന്നിട്ട് പുഴ കാണാനും പറ്റുന്നില്ല. He began to feel discouraged. അവനങ്ങ് സന്തോഷമില്ലാതായി, അവനങ്ങ് നിരുത്സാഹപ്പെട്ടു പോയി. He was sorry he had finished the bread. അപ്പോൾ എന്താ, ആ കയ്യിലിരുന്ന ബ്രെഡും അങ്ങ് തീർന്ന് അവനെ വല്ലാത്തൊരു വിഷമമായി. He might want it later. അതുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് കഴിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത, അവന് കഴിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്ത ആ കുട്ടിക്ക് വന്നു. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. പക്ഷേ എന്ത് തന്നെ വന്നാലും പുഴ കാണാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഹി വാക്ക്ഡ് ഓൺ എലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത് പാസ്റ്റ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ് അണ്ടർ there were no more fields or huts, only forest and sun and loneliness. അപ്പോൾ എന്താ, ഇതൊക്കെ എന്തെല്ലാം സഹിച്ചിട്ടായാലും അവനെ പുഴ കാണാൻ തന്നെ തീരുമാനിച്ചു. അവനെന്താ, ഇത്രയും ചൂടും ആ പൊടി നിറഞ്ഞതും ആ കല്ല് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വഴികളും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകളും ഇതെല്ലാം താണ്ടി അവൻ എങ്ങനെയൊക്കെയാലും ആ കാട്ടിലൂടെ നടന്നു. ആ സൂര്യൻ്റെ ചൂടും ആ ഏകാന്തതയൊക്കെ. നൗ there was no man or any sign of man's influence, only trees and rocks, bramble and flowers, only silence. അവിടെ ഒറ്റ മനുഷ്യൻ്റെ അനക്കമൊന്നുമില്ലായിരുന്നു, ആരുടെയും അനക്കമില്ലായിരുന്നു. അവിടെ ഉള്ളി ട്രീസ് ആൻഡ് റോക്സ്, അവിടെ എന്താ ആകെപ്പാട് എന്തുണ്ട്, മരവും കുറച്ച് പിന്നെ ഈ കല്ലുകളും ഒക്കെ. ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ബ്രാമ്പിൾ എന്ന് വെച്ചാൽ ബ്ലാക്ക് ബെറി എന്ന് പറയും. ഉള്ളി സൈലൻസ്, അങ്ങനെ അതൊക്കെ മാത്രമേ ഉള്ളൂ.
അങ്ങ് ആകെപ്പാട് അവിടെ സൈലൻറ്റ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. ഭയങ്കര നിശബ്ദമായിരുന്നു. നമ്മുടെ റൂമിലൊക്കെ ഉള്ളതിനേക്കാളും നിശബ്ദമായിരുന്നു. ഒരു ദൈവത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഉള്ള സൈലൻ്റ് പോലൊക്കെ അവൻ എന്തൊക്കെയോ അങ്ങ് ഫീൽ ചെയ്തു. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെഞ്ച്, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. അതിനുശേഷം അവനിങ്ങനെ ആ ആൺകുട്ടി ഇങ്ങനെ തിരിഞ്ഞ് ഒരു കുത്തനെയുള്ള വളവ് കഴിഞ്ഞപ്പോൾ ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. ആ ഒരു നിശബ്ദത കഴിഞ്ഞ് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ഈ സഡൻ റോയറിങ് സൗണ്ട്. പെട്ടെന്നൊരു ഇരുമ്പൽ പോന്ന് നോക്കി. ദ സൗണ്ട് ഓഫ് ദ റിവർ. അതെന്തായിരുന്നു? ഒരു അവൻ ഉദ്ദേശിച്ചു പോയ ആ റിവറിൻ്റെ, അവൻ കാണാൻ പോയ ആ റിവറിൻ്റെ സൗണ്ടായിരുന്നു. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ ദ റോക്സ്. ആ വാലിയുടെ മുകളിലൂടെ ഇങ്ങനെ, ആ കല്ലിൻ്റെ പുറത്തൂടെ ഇങ്ങനെ റിവർ ഒഴുകുന്നു. ദ റിവർ റംബിൾഡ് ഓവർ ദ റോക്ക്. ദ ബോയ് ഗാസ്പ്ഡ്. അവനങ്ങ് കിതച്ചു. ആൻഡ് ബിഗാൻ ടു റാൻ. എന്നിട്ട് അവൻ ഓടിച്ചെന്നു. ഹി സ്ലിപ്പ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് ബട്ട് സ്റ്റിൽ ഹി റാൻ. അവൻ സ്ലിപ്പ് ചെയ്യുകയും പിന്നെ അവനങ്ങ് വീഴുകയും കുഴഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ ഹി റാൻ. എന്നിട്ടും അവൻ പോയി ഓടി. ദെൻ ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. എന്താ, അവൻ്റെ ആ കാലിൻ്റെ സൈഡിൽ ആ വെള്ളത്തിൻ്റെ വേദന കൊണ്ടുള്ള തണുത്ത വെള്ളം ആ മൗണ്ടൈൻ്റെ പുറത്തുനിന്ന്. ആൻഡ് ഹി വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അപ്പോൾ അവന് ആ പുഴയിലെ വെള്ളം ബ്ലൂ ആണോ വൈറ്റ് ആണോ എന്നൊക്കെ നോക്കി വളരെ മനോഹരമായിട്ട് അവന് തോന്നി. ആ ആൺകുട്ടിയുടെ ആഗ്രഹം അവനത് സാധിച്ചെടുത്തു. ഇന്ന് ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.